മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങളുടെ അകമ്പടിയോടെ ഷാജൻ സ്കറിയയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കി. വേഷം പോലും മാറാൻ അനുവദിക്കാതെ ഒരു മാധ്യമപ്രവർത്തകനെ പോലും സ്വന്തം വീട്ടിൽ കയറി വലിച്ചിറക്കിക്കൊണ്ടുപോകുന്ന ഭരണകൂട ഭീകരത കേരള സമൂഹം കാണണം. ആ ദൃശ്യങ്ങളിലേക്ക്. അനുവദിക്കാതെ തന്റെ അപ്പന്റെയും അമ്മയുടെയും മുന്നിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈബർ പോലീസ് എന്താണ് തനിക്കെതിരായിട്ടുള്ള പരാതി എന്ന് പോലും പറയുന്നതിനായിട്ട് അറിയാം. കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ഇവിടെ അറിയില്ല എന്നുള്ള കാര്യമാണ് ശാസ്ത്രീയ പ്രധാനമായും പറഞ്ഞത്. കൂടാതെ ഈ ശബ്ദം ഒരു ജനാധിപത്യപരമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് പോലീസ് നടപടി അല്ലെങ്കിൽ നാളെ ഹാജരാക്കുമെന്നുള്ള കാര്യത്തിൽ പ്രശ്നമില്ല. പക്ഷേ ഇപ്പോഴത്തെ വൈദ്യ നമ്മൾ മാധ്യമങ്ങളുടെ അടക്കം ചോദിച്ചത് എങ്ങനെയാണ് ഈ അറസ്റ്റുണ്ടായത്, അല്ലെങ്കിൽ എന്താണ് ഈ കേസ് ലഭിച്ചിരിക്കുന്നത് പരാതി എന്ന് പറയുന്നത് സംഘടന പരാതി അതിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ 2024 ഈ യുവതിക്കെതിരെ അപ്ലോഡ് ചെയ്തു. തനിക്ക് വലിയ അല്ലെങ്കിൽ തന്നെ വിഷമിച്ചു, വ്യക്തിപരമായ വിദ്വേഷമുണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പരാതി നൽകിയത്. ആദ്യം മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകുന്നത്. ശേഷം പോലീസ് മേധാവിയെ ഈ പരാതി കൈമാറുന്നു. അതിനുശേഷമാണ് സെൻട്രൽ പോലീസ് പത്തനംതിട്ടയിൽ നിന്ന് ഈ ഷാജൻ സ്കറിയയെ തിരുവനന്തപുരത്ത് വന്ന ശേഷം തിരുവനന്തപുരത്തെ വീണ്ടും കസ്റ്റഡി എടുക്കുന്നത്. ഈ കസ്റ്റഡി എടുക്കുമ്പോഴുള്ള വസ്ത്രമിടാതെ ഇപ്പോഴും വസ്ത്രമിടാതെ ആണ് ഷാജൻ സ്കറിയ പ്രതിഷേധം തനിക്ക് എന്താണ് യാതൊരു